ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ വീണ്ടും കാസർഗോഡ് വന്നു. കാസർഗോഡ് ഒരു കേരളത്തിലെ തന്നെ ഓൾഡസ്റ്റ് സെക്കൻഡ് ജുമാ മോസ്കിൻ്റെ മുന്നിലാണ്. അതായത് കാസർഗോഡ് തളങ്കര മാലിക് ദിനാർ ജുമാ മോസ്ക് ആ കാണുന്നതാണ്. ഇതാണ് കേരളത്തിലെ തന്നെ ഓൾഡസ്റ്റ് സെക്കൻഡ് ജുമാ മോസ്കിൻ്റെ മുന്നിലാണ്. അതായത് കാസർഗോഡ് ഇപ്പോൾ രണ്ടാമത്തെ വരവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മാലിക് ദിനാർ ജുമാ മസ്ജിദ്. അതായത് ഏകദേശം 1400 വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയാണ്. ഇതിൽ ഈ സൈഡിൽ കാണുന്നതും ആ സൈഡിൽ കാണുന്നതും പുതിയ പള്ളിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് മാലിക് ദിനാർ ജുമാ മസ്ജിദ്. അപ്പം ഈ മുസ്ലിം പള്ളിയുടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. മാലിക് ദിനാർ മോസ്ക്, അതായത് ഈ ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് കബറിടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഒട്ടനവധി കബറിടങ്ങളുണ്ട്. അപ്പം ഈ ഒരു പള്ളിയുടെ പ്രത്യേകതയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ കാണുന്നതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പള്ളി. കേരളത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പള്ളിയാണ് ഈ പറയുന്ന മാലിക് ജുമാ മസ്ജിദ് കാസർഗോഡ്. ഈ ഒരു പള്ളി ഏകദേശം ഒരു 1400-420 അത്രയും വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. മാലിക് ഇബിൻ ദിനാർ എന്ന് പറയുന്ന ആളാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത്. അതായത് ഇന്ത്യയിലേക്ക് ഇസ്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി നിർമ്മിച്ച ഓൾഡസ്റ്റ് പള്ളികളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ് മാലിക് ജുമാ മസ്ജിദ്. കണ്ടില്ലേ, ഏകദേശം 1400-420 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളികളിൽ ഒന്നാണിത്. അപ്പം ഇതിൻ്റെ നിർമ്മിതി എന്നൊക്കെ പറയുന്നത് അത്രയും വർഷം പഴക്കമുള്ളതാണ്. അപ്പം ഒരു എന്തായാലും പറയുന്നത് ഒരു കേരള കൾച്ചറിൽ അല്ലെങ്കിൽ കേരള വാസ്തു ശില്പ രീതികളിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം സത്യം പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും ഭംഗിയിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അറബിക്കിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതെനിക്കറിയത്തില്ല. അത്രയും രസകരമായിട്ടത് പഴയ രീതിയിലുള്ള ആ ഒരു ഏടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആ നിർമ്മാണം എന്ന് പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളി. അകത്തെല്ലാവരും നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതിൻ്റെ അകത്ത് കയറാം. എൻ്റെ നേരെ ബാക്കിൽ കാണുന്നത് ഓൾഡസ്റ്റ് പള്ളി, പഴയ പള്ളിയാണ്. അപ്പം ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് പുതിയ പള്ളി കാണാം. അതുപോലെ തന്നെ ആ സൈഡിലും പുതിയ പള്ളിയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ ഉള്ളിലോട്ടൊന്ന് കയറാം. പഴയ പള്ളിയിൽ ഉണ്ടോ, പുതിയ പള്ളിയിലും ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ കൈയും കാലും ഒക്കെ കഴുകിയിട്ടാണ് അകത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പം ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നമുക്ക് നേരെ ആ പഴമയിലേക്ക് പോകാം. ഇതാണ് പഴയ പള്ളി, കണ്ടില്ലേ, പഴയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന, കേരള കൾച്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന 1400 വർഷം പഴക്കമുള്ള ആ ഒരു പള്ളി. ഇതിൻ്റെ നിർമ്മാണം കാണുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഇതിൻ്റെ ആ ഒരു പണിയെടുപ്പിച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലേ. ഉള്ളിലെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. നമുക്കിതിന് ചുറ്റും ഒന്ന് നോക്കാം. ഇത് കാണുമ്പോൾ നമുക്കറിയാം എത്രയോ വർഷം പഴക്കം മുമ്പ് നിർമ്മിച്ചെടുത്ത ആ ഒരിത്. പിന്നെ പള്ളിയുടെ
സൈഡ് കേട്ടോ. ഈ ഒരു പള്ളി നിർമ്മിച്ച ആ ഒരു മാലിക് ഇബിൻ ദിനാർ എന്ന് പറയുന്ന ആ ഒരു ശ്രേഷ്ഠനായ വ്യക്തിയുടെ കവറുടെ അവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടോ, അതിൻ്റെ മേളിലത്തേക്ക് ആ ഒരു ഇതൊക്കെ നമുക്കിനി ആ മഹത് വ്യക്തിയുടെ കബറിടം ഒന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, നമ്മളും പ്രാർത്ഥിച്ചു. ഒരു അതിശയപ്പെടുത്തുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണേലും ഇവിടെ വരാനും ഇത് കാണാനും സാധിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അപ്പം ഈ ഒരു പള്ളി കാണുമ്പോഴാണ്, ഇതാ ഈ കാണുന്നതാണ് ആ ഒരു പള്ളി. ഏകദേശം 10,400 വർഷം പഴക്കമുള്ള മാലിക് ദിനാർ ജുമാ മസ്ജിദ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ പഴക്കം ചെന്ന പള്ളി കേട്ടോ, മാലിക് ജുമാ മസ്ജിദ്. തളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും വന്ന് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ എടുത്തു പറയുന്നു, ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യൻസ്, അതായത് മലയാളികൾ കുറവൊന്നൊന്നും അല്ല പറയുന്നത്, എല്ലാവരും എല്ലാ ഭാഷകളിലുള്ളവരും ഈ ഒരു പള്ളി അറിഞ്ഞു കേട്ട് ഇവിടെ വരുന്നതാണ്. അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാട്ടോ മാലിക് ജുമാ മസ്ജിദ്. കാസർഗോഡ് തളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം വളരെ എളുപ്പം ഇവിടെ വരാവുന്നേ ഉള്ളൂ. നേരെ ബസ് സ്റ്റാൻഡിൽ വരിക, ഓട്ടോ പിടിച്ച് വരാം, അല്ലെങ്കിൽ ബസ് ചോദിച്ച്, അതായത് ഈ മാലിക് ജുമാ മസ്ജിദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവിടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.